വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിലാണ്. അവസാനത്തെ മണിക്കൂറിൽ വരുന്നവരും മുഴുവനും കിട്ടും. നമുക്കൊരു നിമിഷം കൂടി നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ ഒരു നിമിഷം ആരാധിക്കാം. ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവാധിപനായ കർത്താവേ, സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഓ ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ മാതാപിതാക്കളും വിശ്വാസത്തിൽ വളരെയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം തന്ന അങ്ങേ നന്ദി പറയുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷവും ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യത്തെക്കുറിച്ച്, ആ ഉയർപ്പിനെ കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച് അങ്ങ് തന്നെ ഞങ്ങളെ മനസ്സിലാക്കി തരണമേ. ദൈവമേ, ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല. അത്രയ്ക്ക് വലിയ രഹസ്യമാണിതെല്ലാം. എങ്കിലും അങ്ങ് തന്നെ അരുളി ചെയ്തതനുസരിച്ച്, അങ്ങ് തന്നെ നൽകിയ ജ്ഞാനം അനുസരിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നത് പങ്കുവയ്ക്കുന്നു. കണ്ണു കാണാത്തതും കാതു കേൾക്കാത്തതും മനുഷ്യ മനസ്സ് ഒരിക്കലും നിരൂപിക്കാൻ സാധിക്കാത്തതുമായ ഈ വലിയ രഹസ്യത്തെ ഞങ്ങളുടെ ആത്മാവിലേക്ക് പകരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ ജ്ഞാനമേ, ഞങ്ങളുടെ അറിവ് ഒരെല്ലോളമേ ഉള്ളൂ. ഞങ്ങൾക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. ഓ ദൈവമേ, ഞങ്ങളെ എളിമപ്പെടുത്തണമേ. പിതാവിനോടൊപ്പമായിരുന്നവൻ അത് കാര്യമായി കണക്കാക്കാതെ നമുക്ക് വേണ്ടി തന്നെ തന്നെ താഴ്ത്തി എളിമയുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് വന്നു. ഒരു പാപിയായ മനുഷ്യനെ പോലെ ജനിച്ചു, ഒരു അടിമയെ പോലെ നമ്മളോടൊപ്പം വസിച്ചു. ദൈവം, ജീവന്റെ ദാതാവായ ദൈവം കുരിശിൽ മരിച്ചു, മണ്ണിലേക്ക് വീണ്ടും ചേർന്നു. അത് ദൈവം എല്ലാ നാമത്തിലും വലിയ നാമമായി ഉയർത്തപ്പെടുന്ന മഹത്വത്തിനു വേണ്ടിയായിരുന്നു. ദൈവമേ, ആ രഹസ്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ്, വിശ്വാസ രഹസ്യങ്ങളിലെ ഏറ്റവും വലിയ രഹസ്യമാണ് ഉയർപ്പിൻ്റെ രഹസ്യം. ഉയർപ്പിൻ്റെ രഹസ്യം. അപ്പോൾ അതിനെ നമ്മൾ എളുപ്പം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ രഹസ്യം നമ്മൾ എല്ലാ വർഷവും ചിന്തിക്കുന്നതാണ്, നമ്മൾ ഒരുപാട് ധ്യാനിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് എത്രത്തോളം ധ്യാനിക്കുന്നോ അത്രത്തോളം ഇങ്ങനെ പൂ വിരിയുന്ന മാതിരി വിരിഞ്ഞ് 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 നമ്മളെപ്പോഴും അതിൻ്റെ വിസ്മയനീയതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് വിസ്മയനീയത എന്ന് പറഞ്ഞാൽ. അത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജ്ഞാനമാണ്. അപ്പോൾ ഉയർപ്പിൻ്റെ രഹസ്യത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ
അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടൊരിക്കലും മനസ്സിലാകില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം. പിന്നെ എങ്ങനെ മനസ്സിലാകും? അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു നിമിഷം ഒന്നുകൂടി ഞാൻ അതിനെ നിങ്ങളോട് പറയാണ്. നിങ്ങളെല്ലാവരും വളരെ വളർന്നവരാണ്, വളരെയധികം ഈ കാര്യങ്ങൾ അറിയാവുന്നവരാണെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ ആശയം നിങ്ങൾക്ക് ഇന്ന് കിട്ടണ്ടേ? ഒരു പുതിയ ആശയം അത് കിട്ടുന്നത് പരിശുദ്ധാത്മാവേ എനിക്കറിയില്ല, എൻ്റെ അറിവ്, ഇതുവരെയുള്ള അറിവെല്ലാം നീ തന്നെ തന്നതാണ്, എങ്കിലും പുതിയ ചില കാര്യങ്ങൾ എനിക്ക് ഇന്ന് മനസ്സിലാക്കി തരണേ. ഇന്ന് പാതിരാ കുർബാനയ്ക്ക് ഞാൻ ചെല്ലുമ്പോഴും, ഇന്നത്തെ പാതിരാ കുർബാന അല്ലെങ്കിൽ ഇന്നത്തെ ഉയർപ്പിൻ്റെ ആ ലിറ്റർജിയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉയർപ്പിൻ്റെ ആ പുതുമ മനസ്സിലാക്കാൻ ഇന്ന് എനിക്ക് ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കി തരണേ. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളായിരിക്കുക. എന്നിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളത് ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾ പങ്കുവെക്കാതെ ഞാൻ നിങ്ങളെ വിടില്ല കേട്ടോ. എന്താ പറഞ്ഞേ, നമ്മുടെ ജേക്കബ് പറഞ്ഞ മാതിരി അങ്ങേ ഞാൻ ഇവിടുന്ന് വിടില്ല, അങ്ങ് എന്നെ ആശീർവദിക്കാതെ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പുതിയത് വല്ലതും കിട്ടി എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങളത് പറയുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഓഹോ അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണത് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനിനി ഒരുപാട് മുഖപുരയില്ലാണ്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഈ വലിയ ആഴ്ച മാത്രമല്ല, നോയമ്പുകാല ധ്യാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടപ്പോഴും നമ്മൾ ധ്യാനിച്ചതെല്ലാം ഇത്രയും ദിവസം നമ്മൾ ഒരുങ്ങിയത് ഒരു ദുഃഖവെള്ളിയാഴ്ചയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി, നമ്മുടെ പാപത്തെക്കുറിച്ച്, പീഡാനുഭവത്തെക്കുറിച്ച് വളരെയധികം ധ്യാനിച്ചു. അതൊരു ലോങ് പ്രോസസ്സാണ്. മാത്രമല്ല ആ പീഡാനുഭവം എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതത്തിൻ്റെ വളരെ നീണ്ടു കിടക്കണ ഒരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് ഉയർപ്പ് എന്ന് പറയുന്നത് ഒരു മിന്നൽ പോലെയാണ്, ഒരു മിന്നൽ പോലെ. അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഒരുപാട് ആരും ചിന്തിച്ച് കാണണമെന്നില്ല. ചിന്തിക്കാൻ ഒരുപാടുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിച്ചാൽ ഒന്നും ഒരു പിടികിട്ടാത്ത കാര്യമാണത്. അതുകൊണ്ട് തന്നെ ആർക്കും കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നാറില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം സഭയുടെ ഔദ്യോഗിക എന്ന് പറഞ്ഞാൽ ഡോഗ്മാറ്റിക് അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളാണ് ഈ ഉയർപ്പിൻ്റെ രഹസ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാർക്കും കിട്ടുന്ന ഒരു പ്രൈവറ്റ് റെവലേഷനോ ഒന്നുമല്ല. അപ്പോൾ അതിൽ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖണ്ഡിക ഇതാണ്. 988 ഞാനിപ്പോൾ അത് പറയുന്നു, നിങ്ങൾ കുറിക്കണവർ കുറിച്ചെടുത്തു. ഇപ്പം തുറന്ന് ഞാൻ വായിക്കുന്നില്ല, അപ്പോൾ പിന്നെ അതൊരു വലിയ ടീച്ചിങ് ആയിട്ട് പോകും. അതിൽ പറയുന്നത് ഇതാണ്: വിശ്വാസപ്രമാണം പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചും ഉള്ള ആ വിശ്വാസം നമ്മൾ പ്രഘോഷിച്ചിട്ട് അത് അവസാനിക്കുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന ആ ഉയർപ്പിൽ ആണ് അതിൻ്റെ മകുടമണിയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും പ്രധാന പോയിന്റ്. അതിലാണ് മകുടമണിയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പ് പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്, അയ്യോ എല്ലാവരും ഉയർത്തു കഴിഞ്ഞാൽ അവരെവിടെ നിൽക്കും? എല്ലാവരും ഉയർത്തു കഴിഞ്ഞാൽ എല്ലാവരും ഉയർക്കുമോ? എന്താണ് ഉയർപ്പ്? അപ്പോൾ അതുകൊണ്ടാണ്
ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരേ ഒരു സംഭവമായിട്ട് ലാസറിനെ ഉയർപ്പിച്ച് കാണിച്ചത്. അപ്പൊ ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ അത് നമ്മളെല്ലാവരുടെയും ഉയർപ്പും ഈശോയുടെ ഉയർപ്പും അതിൻ്റെ വലിയ രഹസ്യമാണ് അവിടെ പറയുന്നത്. ഇനി നമ്മുടെ ഉയർപ്പെന്ന് മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ ആരംഭം ഈശോയുടെ ഉയർപ്പിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആത്മാവിലുള്ള ജീവിതമാണ്. ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാം. ഉയർത്ത ലാസർ അവിടെ ജീവിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഈശോയെ എല്ലാവരും വിചാരിച്ചത് വലിയ രോഗശാന്തിക്കാരനാണ്, എല്ലാവർക്കും രോഗശാന്തി കൊടുക്കണം. അപ്പം ലാസറിന്റെ പെങ്ങന്മാരും വിചാരിച്ചു നമ്മുടെ സുഹൃത്തല്ലേ ഈശോ, ഒരാളെ അങ്ങ് അയച്ചാൽ മതി, ഇവരറിയിച്ചാൽ ഉടനെ ഈശോ ലാസറിനെ സുഖപ്പെടുത്തും. പക്ഷെ ഈശോ വന്നില്ല. അപ്പൊ ഈശോ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ്. ലാസർ ഈശോയുടെ ഉറ്റ സുഹൃത്താണ്. അവനെ ഇതിനൊരു ഉപകരണമാക്കിയിട്ട് എന്താണ് ഞാൻ യഥാർത്ഥത്തിൽ ആരാകുന്നു എന്ന് ലോകത്തെ മുഴുവനും അവതരിപ്പിക്കാൻ ഉള്ള ഒരു സംഭവമാണത്. അപ്പോ അതിനെ ഒരു ഡ്രമാറ്റിക്, ഒരു വളരെ നാടകീയവും എന്നാൽ വളരെ വിസ്മയനീയവുമായ ഒരു ഒരുക്കം ചെയ്തുകൊണ്ട് തൻ്റെ ഏറ്റവും സ്നേഹിതനായ ലാസറിനെ അസുഖമാക്കി അങ്ങ് മരിപ്പിക്കുകയാണ്. ലാസർ മരിച്ചു. പെങ്ങന്മാരെല്ലാം നെഞ്ചത്ത് കൈയടിച്ച് കരയാണ്. അയ്യോ, നമ്മുടെ ഈ ഈശോ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ഒരുപക്ഷെ നാട്ടുകാരെല്ലാവരും കുറ്റം പറഞ്ഞു, കണ്ടില്ലേ എവിടെ പോയി, നിങ്ങൾ ഇത്രയും ധ്യാനമൊക്കെ കൂടി നടന്ന് ഈശോ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയോ? അവസാനം മരിച്ചു, ശവടപ്പും കഴിഞ്ഞു, അപ്പോഴും വന്നില്ല. സാധാരണ ശവടക്കണ സമയത്തെങ്കിലും വരൂലേ, അപ്പോഴും വന്നില്ല. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞു, 4-ാം ദിവസം ആള് വന്നിരിക്കുകയാണ്. പെങ്ങന്മാരെല്ലാം ഭയങ്കര വേദന കൊണ്ട് കരഞ്ഞു. അവരുടെ കരച്ചില് നമുക്കറിയാം. ആത്മാർത്ഥമായിട്ട് അവർ പറയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അത് ഒരു വിശ്വാസം, അതാണ് വിശ്വാസത്തിന്റെ ഒരു തലമാണ്. ഒരുപക്ഷെ നമ്മളുടെ എല്ലാം വിശ്വാസത്തിലും ഇങ്ങനെ ഒരു തലമുണ്ട്. ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു തലമാണ്. ഈശോ അവരോടൊപ്പം കരഞ്ഞു. എന്നിട്ട് ഈശോ അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർക്കും. അതാണ് വലിയൊരു തലം. അപ്പോൾ മർത്ത പറയാണ്, അത് ഞങ്ങൾക്കറിയാം, അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അത് തന്നെ വലിയൊരു വിശ്വാസം. കണ്ടോ, നമ്മളൊക്കെ എത്ര പ്രായമായപ്പോഴാണ് പഠിച്ചത് അന്ത്യദിനത്തിൽ നമ്മൾ ശരീരത്തിൽ ഉയർക്കുമെന്ന്? ഇപ്പോഴും നമുക്ക് ശരിക്കും അത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഈ മർത്ത പറയാണ്, അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രഘോഷിക്കുന്നത്. ശരീരത്തിന്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടോ, അപ്പൊ ആ വിശ്വാസ പ്രമാണത്തിൽ മകുടമണിയുന്ന ആ വിശ്വാസം മർത്താക്കാന്നുണ്ടായിരുന്നു. പോയിന്റ്, വളരെ പ്രധാന പോയിന്റ്. ഇത് നമുക്കുണ്ടോ? അന്ത്യദിനത്തിൽ ഉള്ള ഉത്ഥാനത്തിൽ നമ്മളെല്ലാം ഉയർക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ ചോദിക്കണത് ഒരു റീകളക്ഷൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തന്നെ അതിന് മനസ്സിൽ അറിയണം. നമ്മൾ എന്തിനാ ഈ ജീവിതത്തിൽ ഇവിടെ ജീവിക്കണേ? ഈ ലോകത്തിൽ സുഖിച്ചുല്ലസിച്ച് പല കാര്യങ്ങളും ചെയ്യാനാണോ? അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 15-ാം അധ്യായമാണല്ലോ ഉത്ഥാനത്തെ കുറിച്ചുള്ള. ആ 15-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം പറയുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ
നിങ്ങൾ പറയണ്ട, നിങ്ങൾ അനുമാനിച്ചെടുത്തു അതെന്താ പറഞ്ഞെന്ന് പൗലോസ്ലീഹ. അപ്പോൾ ഈശോ പറഞ്ഞതാണ്, ഈ ബൈബിളില് മുഴുവനും എഴുതിയിട്ടുള്ള എല്ലാ വചനങ്ങളിലും വെച്ച് ഏറ്റവും പ്രമാദവും ആയ വചനം എന്താണത്? മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിൽ അവൻ ഉയർക്കും എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഈശോ എന്ത് പറഞ്ഞു? എല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പ്രഖ്യാപിച്ചേ. ഈശോ എന്ത് പറഞ്ഞു? പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു, വിശ്വസിക്കുന്ന മരിച്ചാൽ ജീവിക്കാം. ഞാൻ പാർട്ടിസിപ്പൻസ് ആരെങ്കിലും പറയുന്ന വിചാരിച്ചത്. സുനിൽ അപ്പോഴേ കയറി പറഞ്ഞത് നമ്മൾ തമ്മിൽ പോകണ്ടല്ലോ. ഓക്കെ, അപ്പോ ഈശോ പറയുകയാണ്. എന്താണ് ഈശോ പറഞ്ഞതെന്ന് പറഞ്ഞെല്ലാവരും ഒന്നുകൂടി. വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്താ പറയാത്തെ? ഈശോ ലാസറിന്റെ വീട്ടിൽ വെച്ച് എന്ത് പറഞ്ഞു? അന്ത്യദിനത്തിൽ അവൻ ഉയർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോട് തമാശയായിട്ട് ചോദിക്കണതല്ല, നിങ്ങൾക്കെല്ലാം അറിയാം. എങ്കിലും അതൊന്ന് കേൾക്കാൻ വലിയ സന്തോഷമാണ്. ആർക്കും പറയാൻ തോന്നുന്നില്ല. ആരും പറയുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കണില്ലേ നിങ്ങള്? പിന്നെ എന്താ ആരും പറയാത്തത്? അൺമ്യൂട്ടാണോ? എല്ലാവരുടെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സുനിലെ അവരുടെ എല്ലാം മ്യൂട്ടായിട്ടിരിക്കാന്നോ? യെസ്, ഇപ്പൊ നിങ്ങൾക്ക് മൈക്ക് തുറക്കാം. മൈക്കാൻ പറഞ്ഞേ. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്ന ആൾ മരിച്ചാലും ജീവിക്കും. I am the life and resurrection. യെസ്, ഒന്നുകൂടി പറഞ്ഞേ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ. പുനരുത്ഥാനവും മരിച്ചാലും ജീവിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. എത്രാമത്തെ വചനമാണത്? 11:25. അപ്പോ അതാണ് വലിയ രഹസ്യം. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കണ്ടോ? ഇനി അടുത്തത്, അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ ഇതിൽ പോകും. അതുകൊണ്ട് ഇത് നമുക്ക് ഇത് പിന്നീട് എപ്പോഴെങ്കിലും എക്സ്പ്ലനേഷൻ പഠിക്കാം. അപ്പൊ ഇവിടുത്തെ വാക്ക് കേട്ടോ, ഞാനാകുന്നു, ഐ ആം. അവിടെ പറയാണ്, മാർത്ത പറഞ്ഞു അന്ത്യദിനത്തിൽ അവൻ ഉയർക്കും. കണ്ടോ? അതിനുത്തരമാണ് അന്ത്യദിനത്തിൽ അവൻ ഉയർക്കും. അപ്പോ ഈശോ പറയാണ്, ഞാനാകുന്നു പുനരുത്ഥാനം. ഞങ്ങളിന്ന് ഭാവനയിൽ കണ്ട് ഈശോ ഇങ്ങനെ നടക്കുകയാണ്. ഈശോ അവിടെ നടക്കുകയാണ്. ആ നടക്കണ ആൾ ആരാകുന്നു? പുനരുത്ഥാനവും ജീവനും. ശരിയോ? ആ നടക്കണ ആളെ ഇത്രയും ദിവസവും നമ്മൾ വിളിച്ചിരുന്നത് യേശു എന്നാണ്. അവൻ ആ ഔസേപ്പിന്റെ മോനല്ലേ? ആ ഔസേപ്പിന്റെ മോൻ എന്നാണ് അവർക്കെല്ലാം അറിയാവുന്നത്. പക്ഷെ ഈശോ എങ്ങും പറഞ്ഞിട്ടില്ല. ഈശോ പറയാണ്, ഞാൻ ആരാകുന്നു? ഞാൻ പുനരുത്ഥാനം. ഏത് പുനരുത്ഥാനം? ജീവൻ. ഈ അന്ത്യദിനത്തിൽ പ്രപഞ്ചത്തിലെ സകലരെയും ഉയർപ്പിക്കുന്ന ആ പുനരുത്ഥാനം ആകുന്നു. അപ്പോ മാർത്ത അന്തം വിട്ടുപോയി. എന്റെ ദൈവമേ, ഈ കർത്താവിനെയാണോ ഞങ്ങൾ ഇങ്ങനെ ഈ രോഗശാന്തിയൊക്കെ നടത്തി ഞങ്ങളുടെ കൂടെ നടക്കണ ഒരാശാരിപ്പണിക്കാരെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്? അവളുടെ അകത്തേക്ക് ഈ വിശ്വാസം അങ്ങ് പ്രസരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മനുഷ്യവംശത്തിലേക്ക് ഈ വിശ്വാസം പ്രസരിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. മനുഷ്യവംശം മുഴുവനും. നമ്മളിപ്പോ
മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ സർവാധിപനാം കർത്താവ് എന്നുള്ള ഗാനം ആലപിച്ചു കഴിയുമ്പോൾ, കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാണ്. എപ്പോഴാണ് നടക്കണേ? ഇപ്പൊ നടക്കണ കാര്യമാണത്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഈശോ. എന്നിട്ട് ലാസർ, എന്നിട്ട് മാർത്ത പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അത് കഴിഞ്ഞ് മാർത്തയോട് പറഞ്ഞു എവിടെ അടക്കിയിരിക്കുന്നത്. അങ്ങനെ അവർ ആ കല്ലറയുടെ അടുത്തേക്ക് പോവുകയാണ്. കല്ലറയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈശോ പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റ്. അപ്പോ അവള് പറയാണ്, അയ്യോ ഇപ്പൊ 4 ദിവസമായി അവന്റെ ശരീരം ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും, ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. അപ്പോൾ ഈശോ പറഞ്ഞു, മാർത്ത ഞാൻ പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവം മഹത്വം കാണും. കണ്ടോ, ഇത് മറ്റൊരു വലിയ രഹസ്യമാണ്. നീ വിശ്വസിക്കുമെങ്കിൽ നീ പുനരുത്ഥാനം കാണുമെന്നല്ല അവിടെ പറയണത്. എന്താണ് ആ പുനരുത്ഥാനം? പുനരുത്ഥാനം എന്ന് പറയണതാണ് ഏറ്റവും മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ. ആ അവസ്ഥ ചീഞ്ഞ മനുഷ്യന് പുതുജീവൻ നൽകുന്ന അവസ്ഥയാണ്. മരിച്ച് ശരീരം ചീഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ചേ. എന്നാൽ അവള് അതങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പൊ അവിടെ രണ്ടാമത്തെ അവൾക്ക് കൊടുത്ത വിശ്വാസത്തിന്റെ ഒരു ദാനമാണ്. മാർത്ത, നീ വിശ്വസിക്കുമെങ്കിൽ മഹത്വം, ദൈവമഹത്വം. എന്താ ദൈവമഹത്വം? ഈ ചീഞ്ഞ. അപ്പൊ അവിടെ എന്തിനാണ് അവളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്? വിശുദ്ധ കർത്താവ് അങ്ങനെ അത് പറയാൻ കാരണം അവിടെ വരുത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ സർവാധിപ ശക്തി എന്ന് പറയുന്നത് മരിച്ച് 4 ദിവസമായി ശരീരം ചീഞ്ഞ അവസ്ഥയിൽ ആ വ്യക്തിക്ക് പുതുജീവൻ കൊടുക്കാൻ കഴിയുന്നതാണ് പുനരുത്ഥാനം. ആ മർത്യ ശരീരത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഇതാണ് നമുക്ക് വേണ്ട വിശ്വാസം. ഇതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ജ്ഞാനസ്നാനമൊക്കെ സ്വീകരിച്ചത്. അത് ഞാൻ പിന്നെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്തുണ്ടായി? ഈശോ പ്രാർത്ഥിക്കുന്നു, പിതാവേ. എന്നിട്ട് ഈശോ പറയുന്നു, ലാസറേ പുറത്തു വരിക. അപ്പോൾ ഈശോയുടെ വാക്കിന്റെ അകത്ത് ജീവൻ നൽകുന്നവനാണ് ഈശോ എന്ന് മാത്രമല്ല, മരിച്ചവർക്ക് ജീവൻ നൽകുന്നവനാണ് ഈശോ. ഒരു ജീവനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതൊന്ന്, എന്നാൽ ആ ഉൽപ്പാദിപ്പിച്ച ജീവൻ മരിച്ച് ചീയുക എന്നുള്ളത് മറ്റൊന്ന്. അങ്ങനെ മരിച്ച് ചീഞ്ഞ അവസ്ഥയിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ആണ് ഈശോയുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 11-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ട് സംഭവിച്ചതിന് ശേഷം 12-ാം അധ്യായം മുതൽ ഈശോ ആ ഒരു കല്ലറ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ഈശോന് വേണ്ടി മരിക്കാൻ, ഈശോ അടക്കപ്പെടാൻ സിംബോളിക്കായിട്ട് ഒരു കല്ലറ ഒഴിവാക്കി. 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു രഹസ്യമുണ്ട്. ഇതിന്റെ എല്ലാം അത് മനസ്സിലായാൽ ഇതെല്ലാം എളുപ്പം മനസ്സിലാകും. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം എളുപ്പം മനസ്സിലാകും. ഗോതമ്പ് മണി, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു വലിയ രഹസ്യമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെട്ടിരിക്കും. അപ്പോ ഗോതമ്പ് മണി, ഈശോയുടെ തന്നെ ശരീരം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഈശോയുടെ ശരീരം, ഈശോ ആകുന്ന വ്യക്തി. ഈശോ, ചിലവര് പറയാറുണ്ട്, ഈശോ എന്തിനാ 3 വർഷം മാത്രം സുവിശേഷ വേല ചെയ്തത്? ഈശോ കുറെ നാളൊക്കെ ജീവിക്കായിരുന്നില്ലേ? കുറെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ വലിയ കാര്യങ്ങൾ നടത്തായിരുന്നില്ലേ? അതാണ് ഈശോയുടെ പദ്ധതി. അങ്ങനെ നടക്കാനല്ല. അങ്ങനെയാണ് ഈ ഗോതമ്പ് മണി അതുപോലെ ഇരിക്കുള്ളൂ. ഗോതമ്പ് മണി നിലത്ത് വീണു, കണ്ടോ, മണ്ണിൽ വീണ്, ആ മണ്ണിൽ നിന്ന് വന്നത്, ആ മണ്ണിൽ വീണ് ആ മനുഷ്യ ജീവനെ മുഴുവനെയും
മണ്ണിൽ നിന്നുണ്ടാക്കിയ മനുഷ്യ ജീവന്റെ മുഴുവന്റെയും സിംബോളിക് ആണ് ഈ ഗോതമ്പ് മണി. ആ ഗോതമ്പ് മണി അഴുകണം. അഴുകുമ്പോൾ എന്ത് സംഭവിക്കും? ഗോതമ്പ് മണി ഇല്ലാതാവുന്നില്ല. അതാണ് എന്ത് സംഭവിക്കുന്നു? ഒരു മനോഹരമായ ധാരാളം ഗോതമ്പ് മണി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടി അതിൽ നിന്നും അങ്കുരിതമാകുന്നു, അതിൽ നിന്നും മുളച്ചു വരുന്നു. അപ്പൊ അത് മുളച്ചു വരണമെങ്കിൽ എന്ത് വേണം? ഈ ഗോതമ്പ് മണി വേണം. പക്ഷെ ഗോതമ്പ് മണി എന്താകണം? അഴുകണം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലാസറിന്റെ കാര്യം മർത്ത പറഞ്ഞത്, കർത്താവേ അത് അഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴാണ് കറക്റ്റ് സമയം. അത് അഴുകാൻ തുടങ്ങിയാലാണ് ഉയർക്കാൻ എളുപ്പം. എന്നാൽ ഈശോയുടെ ശരീരം അഴുകാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അതുകൊണ്ടാണ് ഈശോ 3-ാം ദിവസം ഉയർത്തത്. നമ്മളെല്ലാം ലാസർ 4-ാം ദിവസം. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ലാസറിന്റെ ഉയർത്ത ശരീരം യേശുവിന്റെ ഉയർത്ത ശരീരവുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ലാസർ വീണ്ടും മരിക്കുന്നു, എന്നാൽ യേശു വീണ്ടും മരിക്കുന്നില്ല. അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയുടെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് മരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. നമ്മളുടെ സാധാരണ മനസ്സിലാക്കലിൽ മരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അവന്റെ കാര്യം അവസാനിച്ചു. എല്ലാവരും കരിക്കൊടി കാണിക്കുന്നു. കർത്താവിൽ ചിലർ നല്ല അർത്ഥത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആള് വേണ്ടുന്നതെല്ലാം സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ദുഃഖസമേതം അറിയിക്കുന്നു. വാസ്തവത്തിൽ ദുഃഖമുണ്ടാകുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ദുഃഖമുണ്ടാകേണ്ട ആവശ്യമില്ല. അതാണ് മറ്റൊരു കാര്യം. കാരണം മരണം എന്നാൽ ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. മരിച്ചവർ ആരാണ്? ഒന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓഡിയോ കേൾക്കാൻ പറ്റണില്ലേ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. അപ്പം ശ്രദ്ധിക്കണം, ഇനി വളരെ ശ്രദ്ധിക്കണം ഇനി പറയുന്ന കാര്യങ്ങൾ. മരണം എന്ന് പറഞ്ഞാൽ ഒന്നും അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുണ്ടാകാം, നമ്മളെ സ്നേഹമുള്ള ഒരാള് നമ്മളെ വിട്ടു പോകുമ്പോൾ. പക്ഷേ അവിടെ വിശ്വാസത്തിന്റെ ഒരു ഭാഷയുണ്ട്. അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ രണ്ട് കൈകൾ ഇത് രണ്ടും ഇങ്ങനെ ഇത് ചേർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വ്യക്തിയായിരിക്കുന്നത്. എന്താണ് ഇവിടെ രണ്ട് കാര്യം? ഒരാളുടെ ശരീരവും ആത്മാവുമാണ്. മരണം എന്ന് പറഞ്ഞാൽ ഈ കൂടിയിരിക്കുന്ന ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ടു. കണ്ടോ, വേർപെട്ടു. ഇതാണ് മരണം. അപ്പോ ഇപ്പൊ എൻ്റെ ശരീരത്തിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആത്മാവാണ്. ആത്മാവ് ശരീരത്തിന് വിട്ടുപോകുമ്പോൾ ചലനം നിന്നു. പക്ഷെ ശരീരം അവിടെ ഉണ്ട്. ശരീരമുണ്ട്, ആത്മാവുണ്ട്. ഈ ശരീരത്തിനും ആത്മാവിനും, ഈ ശരീരത്തിനെയും ആത്മാവിനെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇതിന് ഒരു ദൈവികതയുണ്ട്. കാരണം ഇത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ആ ദൈവത്തിൻ്റെ ദൈവികത, അതായത് ഡിവിനിറ്റി. ഇപ്പൊ നമ്മൾ കരുണക്കൊണ്ടയൊക്കെ ചെല്ലുന്നു, കരുണയുടെ നൊവേന ആരംഭിച്ചിരിക്കുന്നു. കരുണക്കൊണ്ട ചെല്ലുമ്പോൾ നിത്യ
പിതാവേ, ഈശോ മിശിഹായുടെ ശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ സമർപ്പിക്കുന്നു കേട്ടോ. ഈശോയുടെ ശരീരവും ആത്മാവും ദൈവത്വവും കണ്ടോ. അപ്പൊ ഈ ശരീരവും ആത്മാവും ദൈവത്വവും എന്ന് പറയുന്ന 3 കാര്യമുണ്ട്. അപ്പൊ നമ്മളുടെ ശരീരം മരിച്ചാലും നമ്മുടെ ആത്മാവ് ശരീരത്തെ വിട്ടു മാറിയാലും ശരീരത്തിന് ഒരു ദൈവത്വമുണ്ട്, അത് നശിക്കുന്നില്ല. അതിനെ മനസ്സിലാക്കാൻ വേറൊരു എളുപ്പം പറയാം. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നു ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ആത്മാവിനോട് ചേരും എന്നാണ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അതുകൊണ്ടാണ് ഈശോ ആ ലാസറിനെ ഉയർപ്പിച്ച് കാണിച്ചത്. ലാസർ മരിച്ചപ്പോൾ ലാസറിന്റെ ശരീരവും ആത്മാവും വിട്ടുപോയി, അതാണ് മരണം. എന്നാൽ രണ്ടും അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് ഈശോ കാണിക്കുകയാണ്, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ അന്ത്യദിനത്തിൽ ഉയർക്കും. ആ അന്ത്യദിനത്തിൽ ഉയർപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത് ഞാനാകുന്നു പുനരുത്ഥാനം. അപ്പൊ ഈ അന്ത്യദിനത്തിൽ ഉയർക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ എല്ലാം ശരീരം ഈ ഭൂമിയിൽ മണ്ണായി അല്ലെങ്കിൽ ഭൂമിയിൽ ലയിച്ചു. പക്ഷെ എങ്കിലും ഈ ശരീരത്തിന്റെ മർത്യത, ആ മർത്യ ശരീരം മണ്ണിനോട് ലയിച്ചു, അത് അഴുകി. എന്നാൽ അതിൽ അഴുകാത്ത ഒരു ഡിവൈൻ നേച്ചർ ഉണ്ട്, ഒരു ദൈവത്വമുണ്ട്. ആ ദൈവത്വമാണ് ഈ ശരീരത്തെ അന്ത്യദിനത്തിൽ ഉയർപ്പിച്ച് നമ്മുടെ തന്നെ ആത്മാവിനോട് ചേർക്കുന്നത്. ഇപ്പൊ ഞാനിത് പറയണ ഉദ്ദേശം, ഈ ഡിവിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെ ശരീരത്തിലും ആത്മാവിനുമുള്ള ഒരു കോമൺ ഫാക്ടർ. അതായത് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ശരീരവും ആത്മാവും സെപ്പറേറ്റ് ആയിട്ടല്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ശരീരവും ആത്മാവും ഒന്നായിട്ടാണ് സൃഷ്ടിച്ചത്. ആ ഒന്നായിട്ട് സൃഷ്ടിച്ചപ്പോൾ ഈ ഒന്നായിട്ട് സൃഷ്ടിച്ച ശരീരത്തിനും ആത്മാവിനും ശരീരത്തിനുമുള്ള ആ ഡിവിനിറ്റി മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഉണ്ട്. ആ ഡിവിനിറ്റിയാണ് നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിനോട് തന്നെ ഒരുമിപ്പിക്കുന്നത്. എന്നാലോചിച്ച് നോക്കിയോ, നമ്മൾ അന്ത്യദിനത്തിൽ ഉയർക്കുമ്പോ നമ്മുടെ ശരീരം വേറെ വല്ല ആത്മാവിനടുത്ത് പോയി ചേരുവോ? ചേരില്ല. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിലും ഒരുമിച്ചുണ്ടായിരുന്ന ആ ഡിവിനിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് അത് മരണത്തിന് അവസാനിപ്പിക്കാൻ പറ്റാത്തതാണത്. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരവും കൂടി മാത്രമേ ചേരാൻ പറ്റുകയുള്ളൂ. എന്നാലോചിച്ച് നോക്കിയേ, നമ്മളേക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വസിക്കേണ്ടത്. നമ്മളുടെ ആത്മാവിന്, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഡിവിനിറ്റി, ആ ഡിവിനിറ്റി ആണ് നമ്മുടെ ശരീരത്തിനെ ഉയർപ്പിച്ചുകൊണ്ട് നമ്മുടെ തന്നെ ആത്മാവിനോട് ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കിയിട്ട് ഇനി ഈശോയുടെ പീഡാനുഭവം, മരണം, ഈശോയുടെ മരണ ഉത്ഥാനത്തിലേക്ക് നമുക്ക് നോക്കാം. ഈശോയുടെ മരണം, നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയെ കുറിച്ചെല്ലാം ചിന്തിച്ചു കഴിഞ്ഞു. പീഡാനുഭവത്തിന്റെ, മനുഷ്യവംശത്തിന്റെ മുഴുവനും പാപത്തിന് പരിഹാര ബലിയാണ് ഈശോ അർപ്പിച്ചത്. ഞാൻ അതിനകത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. ആ ടോപ്പിക് ഇന്നലെ നമ്മളെല്ലാം ധ്യാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയിലും എല്ലാം നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത് ആ മരണം എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഈശോ മരിക്കുന്നത്. ഇവിടെ കുറച്ച് ഡീപ്പായിട്ട് വരുന്നുണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ ഈ ശരീരം ഈശോ അർപ്പിച്ച ശരീരം, ആ ബലി എന്നത് മറ്റ് പഴയ നിയമ ബലികളിൽ നിന്നുള്ള വ്യത്യാസത്തിൽ ഒരു പ്രധാന വ്യത്യാസം ഈശോയുടെ ശരീരത്തിൽ മനുഷ്യവംശം മുഴുവനും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.
ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആ ശരീരം ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. എന്നാൽ അതേ സമയത്ത് ആ ശരീരം നമ്മുടെ മർത്യ ശരീരം പോലെ തന്നെയുള്ള മർത്യ ശരീരമാണ് യേശുവിന്റെ ശരീരം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി. കണ്ടോ, മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി. കണ്ടോ, എന്തിനാണ് യേശു ദൈവപുത്രനായ യേശു മനുഷ്യനായി അവതരിച്ചപ്പോൾ നമ്മളെ പോലെയുള്ള തന്നെ മർത്യ ശരീരമായിട്ട് വന്നത്? അതിൻ്റെ 2-3 കാര്യങ്ങളിൽ പ്രധാന കാര്യം, നമ്മുടെ മർത്യമായ ശരീരത്തിലുള്ള പാപത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുക. 1. 2, ആദത്തിൽ സകല മനുഷ്യരും ഒരു ശരീരത്തിൽ എന്ന പോലെയാണ്. The whole humanity is like one person in Adam. അതുകൊണ്ടാണ് ആദത്തിന്റെ പാപം എല്ലാ മനുഷ്യരിലും ജന്മപാപമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ജനിക്കാൻ പോകുന്നവരിലും ആദത്തിന്റെ പാപമുണ്ടാവും. എന്ന് വെച്ചാൽ ആദം എന്നത് ഒരു വ്യക്തിയല്ല, മനുഷ്യവംശം മുഴുവനുമാണ് ആദം. മനുഷ്യൻ എന്ന് പറയുന്നതിന് മനുഷ്യവംശത്തെ മുഴുവനും ആണ് ആദത്തിൽ നമ്മൾ കാണേണ്ടത്. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടാൻ ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ബാധകളും. ഇതാണ് ഇന്ന് രാത്രി ലത്തീൻ ആരാധനക്രമത്തിലെ മഹത്വഗീതം ആലപിക്കുമ്പോൾ ഇതാണ് പാടുന്നത്. ശ്രദ്ധിച്ചോളണം ആ വാക്കുകൾ. ലൂമൻ ക്രിസ്തി, ലോകത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞ് ഈശോയാവുന്ന മെഴുകുതിരിയുമായിട്ട് വൈദികൻ വരുമ്പോ പാടുന്ന ഗാനം ഇതാണ്. ആരാധനാക്രമം അനുസരിച്ച്, ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടാൻ ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ബാധകളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. അതാണ് ഭാഗ്യപൂർണമായ അപരാധമേ എന്ന് പറയുന്നത്. അതായത് ആദത്തിന്റെ പാപം സകല മനുഷ്യരുടെയും പാപമാണ്. അഥവാ ആദത്തിന്റെ പാപത്തിലൂടെ മനുഷ്യവംശം മുഴുവനും പാപത്തിലേക്ക് ആയിരിക്കുന്നു എന്ന പോലെ ക്രിസ്തു എന്ന ഒരു മനുഷ്യനിൽ എല്ലാ മനുഷ്യരും ഒരു ശരീരമാണ്. അപ്പോ അതുകൊണ്ടാണ് ഈശോ നമ്മള് പെസഹ വാഴ്ചയിലത്തെ വായനയിലും അല്ലെങ്കിൽ ദുഃഖവെള്ളി ആഴ്ചയിലത്തെ വായനയിലും ഓശാന ഞാനിലെ വായനയിലും ഒക്കെ ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പിലാത്തോസ് ചോദിക്കാൻ, നീ രാജാവാണോ? എന്റെ രാജ്യത്വം ഇവിടെ അല്ല, എന്റെ രാജ്യത്വം ഐഹികമല്ല. എന്നിട്ട് ഈശോ പറയാണ്, ഞാൻ ഇതിനു വേണ്ടിയാണ് ജനിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് വളരെ വിശാലമായ അർത്ഥമുണ്ട്. അതായത് ഞാൻ കുരിശിലൂടെ സകല മനുഷ്യരുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ സകല മനുഷ്യരുടെ മേലും രാജ്യത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ സകല മനുഷ്യരെയും രാജ്യത്വം സ്ഥാപിക്കുന്നത് എങ്ങനെയാ? ഞാൻ ജനിച്ചത് സകല മനുഷ്യ വംശത്തെയും എൻ്റെ ശരീരത്തിൽ ഒരു മനുഷ്യ വ്യക്തിയാകിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. അത് CCCയിലെ 460, 450 മുതലൊക്കെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണം. അപ്പോ വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പറയുന്നത്, കുരിശിൽ ഈശോ അർപ്പിച്ച ആ ബലി, തൻ്റെ ശരീരത്തെ അർപ്പിച്ചപ്പോൾ മനുഷ്യാവതാരത്തിലൂടെ തൻ്റെ ശരീരത്തിൽ സകല മനുഷ്യരും ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കുരിശിൽ അർപ്പിച്ച ബലി സകല മനുഷ്യരുടെയും ബലിയാണ് അർപ്പിച്ചത്.
സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പാപപരിഹാര ബലി അർപ്പിച്ചു. സകല മനുഷ്യരുടെയും പാപം ഈശോ ഏറ്റെടുത്തു, തൻ്റെ രക്തം ചിന്തി. ഇനി മനസ്സിലാക്കണം, ഇനി ശരിക്കും മനസ്സിലാക്കണം, വളരെ ശ്രദ്ധിക്കണം. തൻ്റെ രക്തം മുഴുവനും. അപ്പൊ പഴയ നിയമ ബലികള് ആടിനെ കൊന്നു ബലിയർപ്പിച്ചു, കണ്ടോ? അപ്പൊ ഒരു ചത്ത ബലിയാണ് അർപ്പിക്കുന്നത്. എന്നാൽ ഈശോ അർപ്പിച്ച ബലി ചത്ത ബലിയല്ല. ആ വാക്ക് പറയണതിൽ വിഷമിക്കരുത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോ അർപ്പിച്ച ബലി സജീവ ബലിയാണ്. ഈശോ ശരീരം മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല ബലി അർപ്പിക്കുന്നത്. അതാണ് വളരെ പ്രധാന ഒരു കാര്യം. തൻ്റെ ജീവൻ ഈശോ അർപ്പിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും കുർബാനയിലെല്ലാം സജീവ ബലിയായവൻ തന്നെ അർപ്പിച്ചു, സജീവ ബലിയായി. അപ്പൊ ആ സജീവ ബലി എന്നുള്ളത് വളരെ പ്രധാന പോയിന്റാണ്. പഴയ നിയമത്തിൽ അർപ്പിച്ച ബലികളെല്ലാം മരിച്ച് ആടിനെ കൊന്നു, കാളയെ കൊന്നു അർപ്പിച്ചു. എന്നാൽ ഇവിടെ ഈശോ തൻ്റെ ജീവൻ സജീവ ബലിയായി അർപ്പിക്കുന്നു. അങ്ങനെ ആ ബലി അർപ്പണത്തിന്റെ അവസാനം എന്ത് സംഭവിക്കുന്നു? ആ ബലി അർപ്പണത്തിൽ തൻ്റെ ശരീരവും രക്തവും അങ്ങ് അർപ്പിക്കുകയാണ്. ആ രക്തം മുഴുവനും, ഇനി നമ്മൾ മനസ്സിലാക്കണം, ഈശോയുടെ ശരീരത്തിൽ നിന്ന് ആ രക്തം മുഴുവനും വാർന്നു പോയി. കണ്ടോ? എളുപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. വാർന്നു പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈശോ മരിക്കുന്നു. അപ്പൊ അവിടെ അവസാനം ഈശോ എന്ത് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്? എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കണ്ടോ? അപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി. ശരീരമുണ്ട്, ആത്മാവ് ദൈവത്തിലേക്ക് പോയി, രക്തം മുഴുവനും വാർന്നു പോയി. അങ്ങനെ ഈശോ മരിക്കുന്നു. ഈ മരിച്ച ആ ശരീരം, രക്തമൊന്നുമില്ലാതെ മരിച്ച ആ ശരീരത്തിൽ ഈശോ മനുഷ്യവംശത്തിന്റെ പാപത്തെ മുഴുവനും ക്യാൻസലാക്കി, അതിനെ നിഹനിച്ചു, അതിനെ കൊന്നു. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മാപ്പാപ്പ പറഞ്ഞ പ്രസംഗത്തിൽ പറയാണ്, പിശാചിന് തന്നെ കടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, പിശാചിനെ തന്നെ ആക്രമിക്കാൻ വിട്ടുകൊടുത്തു. സാധാരണ നമ്മളറിയാം പിശാച് കടിച്ച വിഷമാണ്. എന്നാൽ ഇവിടെ പിശാച് യേശുവിനെ കടിച്ചപ്പോൾ യേശുവിലുള്ള ആ ഒരു പ്രത്യേക ശക്തി പിശാചിന് വിഷമായി മാറി, പിശാച് മരിക്കുന്നു. അതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈശോ തന്നെ മരിക്കാൻ വിട്ടുകൊടുത്തത്. ഈശോ മരിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഇതാണ്, പിശാച് അതിലൂടെ പരാജയപ്പെട്ടു. പിശാച് യേശുവിനെ കടിച്ചപ്പോൾ യേശുവിൽ നിന്നുള്ള ജീവസത്ത മൂലം പിശാച് മരിക്കണം. പിശാചിന് അത് വിഷമായി മാറി. ഇറ്റ് ബിക്കം പോയിസൺ ഫോർ us. അപ്പൊ ഇതാണ് മരണത്തിൽ നമ്മൾ കാണേണ്ട രണ്ട് പ്രധാന കാര്യം. അതുകൊണ്ടാണ് ഇപ്പോഴെല്ലാം പാടാറുള്ള ഒരു ഗീതം ഇതാണ്, Christ is risen from the dead, dying he destroyed death. അവൻ തന്റെ മരണത്താൽ മരണത്തെ പരാജയപ്പെടുത്തി. Dying he destroyed death, raising he restored life. പുനരുത്ഥാനത്താൽ പുതുജീവൻ നൽകി, മരിച്ചവർക്ക് ജീവൻ നൽകി. ഇങ്ങനെ ഒരു ഗീതമുണ്ട്. അപ്പോൾ ഈ മരണത്തിലൂടെ ഈശോ പാപത്തെ നിഹനിച്ചു, പിശാചിനെ പരാജയപ്പെടുത്തി. ഇതാണ് പ്രധാന സംഭവം. ഇനി ഉണ്ടാകാൻ പോകുന്നത് റിസ്റ്റോറേഷൻ ആണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു നാണയത്തിന് രണ്ട് വശം പോലെയാണ്. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട്, ഹെഡ് ആൻഡ് ടെയിൽ എന്ന് പറയണമാതിരി. ടെയിൽ ഈസ് ദ പാഷൻ, ഹെഡ് ഈസ് ദ റിസറക്ഷൻ. ദുഃഖവെള്ളിയാഴ്ച ഉയർപ്പ്. നമ്മൾ ആരാധനാക്രമത്തിൽ ഒരു പ്രാർത്ഥനയാണ്, O Lord, through your incarnation you reconciled us with the Father. Through your passion you cancelled our sin. ഞങ്ങളുടെ പാപത്തെ ഉന്മൂലനം ചെയ്തു. അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് പുതുജീവൻ നൽകി.
അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ സ്വർഗം ഞങ്ങൾക്കായി തുറക്കപ്പെട്ടു. ഈ 4 കാര്യങ്ങളാണ് രക്ഷാകര രഹസ്യങ്ങൾ. ഇനി ഈശോയുടെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവനും വാർന്നുപോയി. ഈശോ മരിച്ചു. തന്റെ മരണത്തിലൂടെ ഈശോ പാപത്തെ നിഹനിച്ചു, പിശാചിനെ പരാജയപ്പെട്ടു. ഇത് 2 നമ്മൾ വിശ്വസിക്കണം. ഇനി അടുത്തത് ആ ഈശോയുടെ ശരീരത്തിൽ എന്താ സംഭവിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലാക്കണം. ഈശോയുടെ ശരീരം, വെള്ളത്തുള്ളിട്ട് ഈശോയുടെ ശരീരത്തിലെ രക്തം മുഴുവനും വാർന്നു. ആ മർത്യ ശരീരം മരിക്കുന്നു. അങ്ങനെ ആ മർത്യ ശരീരം മരിക്കുന്നു. അതുകൊണ്ടാണ് കുർബാനയില് ഈശോയുടെ ശരീരമാകുന്ന അപ്പവും രക്തമാകുന്ന വീഞ്ഞും അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് അത് മൂടി വെക്കുന്നു. അപ്പൊ അതിങ്ങനെ മൂടി വെക്കുകയാണ്. ഇപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. ഈശോയുടെ ശരീരത്തെ അവർ ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അപ്പൊ എപ്പോഴും ഈ എന്ത് പൊതിഞ്ഞു വെക്കണോ അതിൻ്റെ അർത്ഥം എന്തോ വിസ്മയം അതിലുണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഉണ്ടെന്നുള്ളതാണ്. ഒരു വിസ്മയം അതിലുണ്ട്. അതാണ് ഈ ആരാധനയിലെല്ലാം. ഇപ്പൊ നമ്മൾ അവിടെ ഈശോയുടെ ശരീരത്തെ പൊതിഞ്ഞു വെച്ചേക്കായിരിക്കും ഇന്നലെ വരെ. ഇന്നലെ ദുഃഖവെള്ളിയാഴ്ചയിൽ അത് തുറന്നു കണ്ടോ, വിസ്മയം പുറത്തു വന്നു. അപ്പൊ ഈ ഈശോയുടെ ശരീരത്തെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു അവരടക്കി അവർ പോയി. അപ്പൊ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു. പിശാചിന്റെ കൂട്ടുകാരും മറ്റുള്ള ഫരിസേയരും സദ്ദുക്കാരും അവർക്കൊക്കെ സന്തോഷമായി, അവനെ അവസാനിപ്പിച്ചു. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഇവിടെയാണ് ആരംഭിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ ജീവിതം ആരംഭിക്കുന്നത് ഈ കല്ലറയിൽ നിന്നാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ മനസ്സിലാക്കണം, ഈ ശരീരത്തിൽ രക്തം, പുതിയ രക്തം വരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രക്തം മുഴുവനും വാർന്നു പോയായിരുന്നു. ഇപ്പൊ ലാസർ മരിച്ചു, ലാസറിന്റെ ശരീരം ചീഞ്ഞു എന്ന് പറഞ്ഞാൽ ലാസറിന്റെ ശരീരത്തിൽ രക്തം ഉണ്ടായിരുന്നില്ല. അപ്പോ എന്നിട്ട് എങ്ങനെയാ ലാസറിന് പുതുജീവൻ വന്നു? ലാസറിന് പുതിയ രക്തം വന്നു. അപ്പൊ എന്താണ് ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്താണ് ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? ആ മരിച്ച് രക്തം മുഴുവനും വാർന്നുപോയ ആ ശരീരത്തിലേക്ക് ഈശോയുടെ ആത്മാവ് വീണ്ടും കടന്നു വന്ന് ഇതാ ആ ശരീരത്തെ ഉയർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മർത്യ ശരീരം, എല്ലാവരും ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഈ വാക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം ഞാൻ. അതായത് അക്ഷയമവനുടെ മർത്യന്റെ ശരീരം, ആ മർത്യ ശരീരം എന്തായി മാറുന്നു? അമർത്യ ശരീരമായി മാറുന്നു. ആ മർത്യ ശരീരം അമർത്യ ശരീരമായി മാറുന്നു. മഹത്വമുള്ള, അക്ഷയം, ദീപ്തം, സൂക്ഷ്മം, ലഘുത്വം, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ശരീരമായി മാറുന്നു. ഇവിടെയാണ് ന്യൂക്ലിയസ് പോയിന്റ്. ഇതാണ് നമ്മൾ എല്ലാവരും ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ ആ കുരിശിൽ നിന്ന് ഇറക്കിയ ആ മർത്യ ശരീരം എന്തായി മാറുന്നു? ഇനി ഒരിക്കലും മരിക്കാത്ത അമർത്യ ശരീരവും, അക്ഷയമായ ശരീരവും, ലഘുത്വമുള്ള ശരീരവും, സൂക്ഷ്മതയുള്ള ശരീരവും, ദീപ്തമായ ശരീരവുമായി മാറുന്നു. അതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. ആ ശരീരത്തിന് കല്ലിന്റെ അകത്ത് കൂടി പ്രവേശിക്കാം. അതുകൊണ്ടാണ് മരിച്ചുയർത്തിട്ട് അപ്പസ്തോലന്മാര് കഥക് അടച്ചിരിക്കെ അത് അടഞ്ഞ കഥകിലൂടെ കടന്നു വരാം. ഇത് നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കഥ അടച്ചിരിക്കുന്ന സമയത്ത് ഈശോ അകത്ത് കടന്നു വന്നേക്കുന്നു. എങ്ങനെ കടന്നു വന്നു?
കാരണം ഈശോയുടെ ഈ അമർത്യ ശരീരത്തിന്റെ പ്രോപ്പർട്ടീസ് ആണത്. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ പ്രോപ്പർട്ടീസ് ഈശോനെ കല്ലറ തുറക്കാതെ തന്നെ കല്ലറയ്ക്ക് പുറത്തു വരാം. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത്. മഗ്ദലന മറിയം രാവിലെ കല്ലറയിൽ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു മാലാഖ കല്ലറയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പറയാണ്, നീ അന്വേഷിച്ചു വന്നിരിക്കുന്ന ആള് ഇവിടെ ഇല്ല, ആളിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കുരിശിൽ മരിച്ച യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കണ്ടോ? അപ്പോൾ അവിടെ നമുക്ക് കാണാം ഈശോ കല്ലറയുടെ കല്ല് മാറ്റാതെ തന്നെ കല്ലറയ്ക്ക് പുറത്തു പോയി. ഇത് വിശ്വസിക്കുന്നുവോ? കല്ലറയുടെ കല്ല് മാറ്റാതെ തന്നെ ഈശോ പുറത്തു വന്നിരിക്കുന്നു. ഇതാണ് 28-ാം അധ്യായം സാപത്തിന്റെ 28-ാം അധ്യായത്തിൽ മത്തായി 28. സാപത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞ് പോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുണ്ട് മരിച്ചതുപോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം, അവൻ ഇവിടെ ഇല്ല. കണ്ടോ? താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. കണ്ടോ? അപ്പോ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് മാലാഖ ഈ കല്ലുരുട്ട് മാറ്റിയത്. കല്ലുരുട്ടി മാറ്റിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കി, അവൻ ഇവിടെ ഇല്ല. അപ്പൊ അവൻ എങ്ങനെ പുറത്തുപോയി? ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അവൻ എങ്ങനെ പുറത്തുപോയി? അതായത് യേശുവിൻ്റെ ഉത്ഥിത ശരീരം, മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന് ഈ കല്ലോ ഒന്നും ഒരു പ്രശ്നമല്ല. ആ കല്ലുകളുടെ അകത്തു കൂടി ഈശോയ്ക്ക് പുറത്തു വരാം. ഇനി അവിടെ സംഭവിച്ച ആ പുറത്തു വരുന്നതിന് മുമ്പ് സംഭവിച്ച മറ്റൊരു രഹസ്യമാണ് നമ്മൾ പലപ്പോഴും ഈ സമയത്ത് ചിന്തിക്കാറില്ല. അത് ചിന്തിക്കണം. അതിതാണ്, അവൻ അടക്കപ്പെട്ടു. വിശ്വാസ പ്രമാണത്തില് യേശു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു. കണ്ടോ? അപ്പൊ ഈ ഉത്ഥാനത്തിനോടനുബന്ധിച്ച് സംഭവിച്ച ഒരു കാര്യമാണ് പാതാളത്തിലേക്ക് ഇറങ്ങി. പാതാളത്തിലേക്ക് ഇറങ്ങിയത് എന്തിനാ? അപ്പോൾ കാറ്റക്കിസത്തിൽ 631 മുതലുള്ള കാര്യങ്ങളാണ്. മൃതനായ മിശിഹ ഇറങ്ങിയ മൃതരുടെ വാസസ്ഥാനത്തെ വിശുദ്ധ ഗ്രന്ഥം പാതാളം എന്നാണ് വിളിക്കുന്നത്. ഹീബ്രു ഭാഷയിൽ ഷിയോൾ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹേദസ് എന്നും ആണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഒരു 5-10 മിനിറ്റ് കൂടി ഞാൻ എടുക്കൂട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത്, മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു. പാതാളത്തിലേക്കുള്ള ഇറക്കം രക്ഷയുടെ സുവിശേഷ ദൗത്യത്തിന്റെ പൂർണ്ണമായ നിറവേറ്റലാണ്. 635 മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കുന്നതിനും വേണ്ടി ക്രിസ്തു മരണത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്നു. ജീവന്റെ കർത്താവായ യേശു മരണം വരിച്ചുകൊണ്ട് മരണത്തിന്മേൽ മരണം വരിച്ചുകൊണ്ട് മരണത്തിന്മേൽ അധികാരമുള്ളവനെ, അതായത് പിശാചിനെ നശിപ്പിക്കുകയും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇന്ന് പിശാചുണ്ട്, പക്ഷെ ഏത് പിശാചാണ്? അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞ പിശാചാണ്. പിശാചിന്റെ ശക്തിയെ നിർവീര്യമാക്കിയ പിശാച് ഇവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തില് പശ്ചാത്തലത്തിൽ ഒരു പാർട്ടി ഭരണം ചെയ്തിരുന്നു, പക്ഷെ അടുത്ത ഇലക്ഷന് പാർട്ടി തോറ്റു. അപ്പൊ ആ ഭരിച്ചിരുന്ന പാർട്ടി തോറ്റു അടുത്ത ഇലക്ഷന്. അപ്പൊ അടുത്ത ഇലക്ഷന് പിന്നെ ആരുടെ രാജ്യമാണ്? പുതിയ പാർട്ടിയുടെ രാജ്യമാണ്. അപ്പൊ ഈ പഴയ പാർട്ടി എന്ത് ചെയ്തു? ഭരണകക്ഷി എന്തായി? ഒപ്പോസിഷനായിട്ട് മാറിയിരിക്കുന്നു. അവര് ഒച്ചമ്പകളൊക്കെ ഉണ്ടാക്കും, പക്ഷെ അവർക്ക് അധികാരമില്ല. അപ്പൊ അതുവരെ ഞാനാണെല്ലാം ഭരിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്ന പിശാച് പരാജയപ്പെടുത്തി. ആ പരാജയപ്പെട്ട പിശാചും പിശാചിന്റെ ആൾക്കാരും ഉണ്ട്. അപ്പൊ ആ പിശാചിനെ പരാജയപ്പെടുത്തി 635 ഖണ്ഡികയാണിത്. ഇനിമേൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ ഉത്ഥിതനായ ക്രിസ്തുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ
സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടക്കണം. ഞാൻ അടുത്ത് കേൾക്കട്ടു. ഇന്ന് വലിയ ഒരു നിശബ്ദത ഭൂമിയെ ഭരിക്കുന്നു. അത് ഈ ദുഃഖ ശനിയാഴ്ചയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഉയർപ്പ് ശനിയാഴ്ചയെ കുറിച്ചാണ്. വലിയൊരു നിശബ്ദത. എന്താണ് വലിയ നിശബ്ദത? കാരണം രാജാവ് ഉറങ്ങുന്നു. ഭൂമി വിറയ്ക്കുകയും നിശ്ചലമാകുകയും ചെയ്തു. കാരണം ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. നമ്മുടെ ആദ്യ പിതാവിനെ കാണാതെ പോയ ആടിനെ എന്ന പോലെ അവിടെ നിന്ന് അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വയെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടെ നിന്ന് പോകുന്നു. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ. ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ. പാതാളത്തിൽ തടവുകാരനായിരിക്കാൻ അല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. മരണമറിഞ്ഞവരുടെ ജീവനാണ് ഞാൻ. അതാണ് നമ്മള് ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്ന ഒരു ഗാനമാണ്. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. ഈ ചിത്രം നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതായത് ഈശോയുടെ പാതാള സന്ദർശനമാണ്. കണ്ടോ, ഒന്ന് ആദവും ഹവ്വയെയും ആ മരണാവസ്ഥയിൽ നിന്നും ജീവാവസ്ഥയിലേക്ക് ഉയർത്തുന്നു. അതിനോടൊപ്പം സമീപത്ത് കാണുന്നത് അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അതുപോലെ ദാവീദ്, അങ്ങനെ രാജാക്കന്മാരും ആ പൂർവ്വപിതാക്കന്മാരും പാട്രിയാർക്കിസ്മാരാണ്. ഇവരെല്ലാം ഉയർത്തുന്നു. അപ്പൊ സിറോ മലബാർ ആരാധനാക്രമത്തിൽ ഉത്ഥാനഗീതം എന്ന് പറയുന്നത് ഈശോ ഈശോ ഈ പാതാളത്തിലേക്ക് ചെന്ന് തൻ്റെ പിതാക്കന്മാരെ, അതായത് ഈശോയുടെ വംശാവലിയിലുള്ള എല്ലാവരും ഇവിടെയുണ്ട്. അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അവരെല്ലാവരും ഇവിടെയുണ്ട്. ദാവീദ്, സോളമൻ, ആദവും ഹവയും മുതലുള്ള അവരെല്ലാവരെയും ആ പാതാളത്തിലേക്ക് ഈശോ വിജയശ്രീ ലാളിതനാക്കി ചെന്ന്. കണ്ടോ, ഈശോയുടെ കാലിൽ ചവിട്ടി പൊളിച്ച് അതിലേക്ക് ചെന്നപ്പോൾ അവരെല്ലാവരും ആഹ്ലാദത്തോടെ പാടിയതാണ് സർവാധിപനാം കർത്താവേ എന്നുള്ള ആ ഗീതം. അതുകൊണ്ടാണ് അതിന് ആദത്തിന്റെ ഗീതം എന്നും പറയുന്നത്. അപ്പോ ഉത്ഥാനത്തിന്റെ ഇന്നത്തെ രാത്രി നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണിത്. ആദിമാതാപിതാക്കൾ, ഉത്ഭവപാപത്തിന്റെ വക്താക്കളായ ആദിമാതാപിതാക്കളെ, അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് സ്വർഗം ഭൂമിയിൽ ഇറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പ്രധാന ഒരു ഘടകമാണ് യേശു മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മരിച്ചവരുടെ നിന്ന് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു. അപ്പൊ ആ പാതാളത്തിലേക്ക് ഇറങ്ങിയത്, മരിച്ച് ഉത്ഥാനം ചെയ്ത യേശുവാണ് പാതാളത്തിലേക്ക് ഇറങ്ങി ആദ്യം ഈ ആദിമാതാപിതാക്കളെ ഉയർപ്പിച്ചു, ജീവൻ നൽകി, അവർക്ക് പുതുജീവൻ നൽകി. ഇനി ആ ഒരു പുതിയ ലോകം ആരംഭിക്കുകയാണ്. ഈ ഉത്ഥാനത്തിന്റെ ശക്തിയാണ് നമ്മുടെ ജ്ഞാനസ്നാനം. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് രാത്രി ജ്ഞാനസ്നാന വിധ നവീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ യേശുവിനോടൊപ്പം അടക്കപ്പെട്ടുവെങ്കിൽ യേശുവിനോടൊപ്പം ഉയർക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിൽ നൽകിയിരിക്കുന്നത് യേശുവിന്റെ ഉത്ഥിതനായ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമായിട്ടും കൂദാശകളെല്ലാം അതിനുശേഷമാണ് ഉണ്ടാകുന്നത്. ആ യേശു, ഉയർത്തെഴുന്നേറ്റ യേശു, ആ ഉയർപ്പിന്റെ ശക്തിയാണ് ക്രിസ്ത്യാനിയുടെ ശക്തി. അതാണ് ക്രിസ്ത്യാനിയുടെ ജീവനിലുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായുടെ ഒരുപാട്
പഠിപ്പിക്കലിൽ പറയുന്നത്. റോമർ 8:11 എടുക്കാം. റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ? ഉണ്ടോ? അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഏത് ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് നമ്മൾ വസിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ പോരാ. ഉയർപ്പ് ത്രിത്വൈക ദൈവത്തിന്റെ പ്രവർത്തനമാണ്, പരിശുദ്ധാത്മാവിന്റെ മാത്രമല്ല. യേശുവിന്റെ മർത്യ ശരീരത്തെ മാറ്റി യേശുവിന്റെ മരിച്ച ശരീരത്തിൽ പുതിയ രക്തം നൽകി, പുതിയ മാംസമാക്കി, പുതിയ രക്തധമനികൾ, പുതിയ ഹൃദയം, അതോടൊപ്പം ആ ശരീരത്തെ മഹത്വീകരിക്കപ്പെട്ട ശരീരമാക്കി മാറ്റി, സൂക്ഷ്മം, ലഘുത്വം, ദീപ്തം, അക്ഷയമായ ശരീരമാക്കി മാറ്റിയ ആ ആത്മാവ്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, റോമർ 8:11 നിങ്ങളുടെ മർത്യ ശരീരത്തെ, അതാണ് മാമോദിസ, നിങ്ങളുടെ മർത്യ ശരീരത്തെ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ മഹത്വമുള്ള ശരീരമാക്കി മാറ്റും. ഇതാണ് ഇന്ന് നമ്മൾ കുർബാനയിൽ. അപ്പോൾ എന്താണ് ഈ കൂദാശകളെല്ലാം? ഈ കൂദാശകളെല്ലാം ഈശോയുടെ ഇനി ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ഈശോ ജീവിച്ചു ആളുകളോടൊപ്പം. കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ വിസ്മയനീയത. ആ 40 ദിവസത്തിന് ശേഷം ഈശോ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്, ഞാൻ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കാം. ഇപ്പൊ ഇവിടെ ഈശോ മഗ്ദലന മറിയത്തോട് പറഞ്ഞു, നീ എന്നെ തുടരുത്, അല്ലെങ്കിൽ അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോയിട്ടില്ല. അപ്പൊ ഇവിടെ CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈശോയുടെ മഹത്വത്തിന് 2 സ്റ്റേജാണ്. ഒന്ന്, ഈശോ ഉയർത്തെഴുന്നേറ്റ ആ മഹത്വത്തിന്റെ അവസ്ഥ. അതിനേക്കാൾ വലിയൊരു മഹത്വമാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മഹത്വം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിശ്വാസികളായ നമ്മിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വർഗത്തിലേക്ക് എടുക്കുകയും ചെയ്ത ആ മഹത്വമാണ് നമ്മളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സമയം കഴിയാറായി, നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ 2 മഹത്വത്തിൽ ആദ്യത്തെ മഹത്വമാണ് ഇന്ന് നമ്മൾ ലഭിക്കുന്നത്. നമ്മൾക്ക് കൂദാശകളെല്ലാം, ഇപ്പൊ നമ്മൾ ഈശോ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ശരീരം ഈശോയുടെ മരിച്ച ഉയർത്ത ശരീരമാണ്. ചോദിക്കും, അത് ഉയർത്ത ശരീരമാണോ? ഉയർത്തതാണ്. അപ്പൊ മരിച്ചതാണോ? മരിച്ചതുമാണ്. ഏതുപോലെ? ഗോതമ്പ് മണി നട്ടാലല്ലേ അത് മുളയ്ക്കുള്ളൂ എന്ന പോലെ ഈശോയുടെ ശരീരം, മർത്യ ശരീരം ഉണ്ടായാലല്ലേ അതിൽ നിന്ന് അമർത്യത ഉണ്ടാവുള്ളൂ. ആ മർത്യ ശരീരം അഴുകിയാലല്ലേ അതിൽ നിന്ന് പുനരുത്ഥാന ശരീരമാകുള്ളൂ. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന ഇന്ന് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, നമ്മൾ സ്വീകരിക്കുന്നത് യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ചു. ആ ശരീരത്തിന്റെ മരിച്ച അവസ്ഥയിലല്ല നമ്മൾ സ്വീകരിക്കുന്നത്, മരിച്ച് ഉയർത്ത അവസ്ഥയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ ഉയർത്ത ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മൾ വിശ്വാസത്തിന്റെ രഹസ്യം, ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ, ക്രൈസ്റ്റ് വിൽ കം അഗൈൻ. അതാണ് ഈശോ പറഞ്ഞത്, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ഞാൻ തന്നെയാണിത്. ഇത്രയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ശാംശീകരിക്കാം. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്, ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, പിശാചിനെ പരാജയപ്പെടുത്തി, അതിനുശേഷം അടക്കപ്പെട്ട ആ ശരീരം മർത്യ ശരീരം മാറി അത് അമർത്യമായി, അക്ഷയമായി, ലഘുത്വം, സൂക്ഷ്മം, ദീപ്തമുള്ള ശരീരമായി മാറി. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, അതിന് പെട്ടെന്ന് ഒരു അപ്പമായി മാറാം, അതിന് പെട്ടെന്ന് വേറൊരു പൊസിഷനിലേക്ക് പോകാം. അതുകൊണ്ടാണ് ബൈലൊക്കേഷൻ. നമുക്കറിയാം ബൈലൊക്കേഷൻ കണ്ടോ, അതിന് എത്ര മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആകാം, അതിന് എത്ര മില്യൺ ആളുകളുണ്ടോ അവരിലേക്ക് എല്ലാം കടന്നു തരാം. അതുകൊണ്ടാണ് ആ ശരീരത്തിന് നമ്മുടെ അകത്തേക്ക് കടന്നു വരാം. നമ്മുടെ ശരീരം കല്ല് പോലെയാണെങ്കിലും അതിനകത്തേക്ക് കടന്നു വരാം. ആ ശരീരത്തിന് ഏത് അവസ്ഥയിലേക്ക് മാറാം. എമ്മാവൂസിലേക്ക് പോയപ്പോ അവരുടെ കൂടെ നടന്നു, അവർക്ക് മനസ്സിലായില്ല ആരാണെന്ന്. എന്നിട്ട് ഒരു സമയത്ത് ഈശോ അപ്പം മുറിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. ഈശോ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു, അപ്പം അവർക്ക് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? പിന്നെ ഈശോനെ അവിടെ കാണാനില്ല, ഈശോ അപ്രത്യക്ഷനായി. എന്ത് സംഭവിച്ചു? ഈ ഉയർത്തെഴുന്നേറ്റ ഈശോ അപ്പമായി മാറി അവരുടെ അകത്തേക്ക് ചെന്നു. അതാണ് വിശുദ്ധ കുർബാന, അതാണ് കൂദാശകൾ. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ
ഈ ഉയർപ്പ് തിരുനാളിന്റെ രാത്രിയിലേക്ക് നിങ്ങൾക്ക് വലിയ അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, നമുക്കൊന്ന് കർത്താവിന് നന്ദി പറയാം. നമ്മൾക്ക് ഏറ്റവും വലിയ കാര്യമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ഈശോയുടെ ഉയർപ്പ് നമ്മൾ ഇന്ന് അനുഭവിക്കാൻ പോകുന്നത്. ആ ഉയർപ്പിന്റെ വലിയ അനുഭവമാണ്. ആ ഉയർപ്പിന്റെ അനുഭവത്തിലുള്ള നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾക്ക് കിട്ടിയതെല്ലാത്തിനെയും നമ്മൾ നവീകരിക്കാനും കൂടി പോവുകയാണ്. നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും. എല്ലാവരും ഒന്ന് സ്തുതിക്കാം. വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തൊന്ന് സ്തുതിക്കാം. ഇന്നാണ് ഏറ്റവും വലിയ ഹല്ലേലൂയ പാടേണ്ട ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഞങ്ങളുടെ ശരീരത്തിൽ അങ്ങയുടെ മഹത്വം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കൂടുതൽ മഹത്വീകരിക്കണം. ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും ഞങ്ങളുടെ പാപങ്ങളെയും ശരീരത്തെ അങ്ങ് മഹത്വീകരിക്കണം. ഞങ്ങളുടെ ജീവിതത്തെ മഹത്വീകരിക്കണമേ. ആ മഹത്വത്തിന്റെ ആത്മാവാണ് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തെയാണ് ഞങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പാപം മാറിയാൽ മാത്രം പോരാ, നമ്മുടെ ജീവനെ നവീകരിക്കണമെങ്കിൽ ഈ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവമാകണം. അപ്പോഴാണ് നമ്മൾ പാപമില്ലാത്ത ഒരവസ്ഥയും, ചിലപ്പോൾ വീണ്ടും പാപം ചെയ്തു പോയാലും നമ്മൾ വീണ്ടും കൂദാശകളിലൂടെ മഹത്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾക്ക് സ്വീകരിക്കാൻ പോകുന്നത്. ആ മഹത്വമണിഞ്ഞ അവസ്ഥ നമ്മൾ ഇന്ന് എല്ലാവർക്കും അനുഭവമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളെല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് എന്നൊന്ന് റിക്കളക്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് കിട്ടി? വാട്ട് ആർ യു ടേക്കിംഗ് ഹോം? നമുക്ക് എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓരോരുത്തർക്കും ചില പർട്ടിക്കുലർ പോയിന്റ് വളരെ ഹൈലൈറ്റ് ആയിട്ട് സ്പർശിക്കപ്പെടാം. അത് നിങ്ങൾ ഒന്ന് പങ്കുവെക്കണം. അപ്പോഴാണ് ക്ലാസ് പൂർത്തിയാകുന്നത്. നിങ്ങളുടെ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. മഹത്വീകരിക്കപ്പെട്ട ഈശോയെ ആണ് നമ്മൾ സ്വീകരിക്കുന്നതെന്നും ആ സ്വീകരിക്കുന്ന ഈശോ നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരവും മഹത്വീകരിക്കപ്പെട്ട ശരീരമായിട്ടാണ് നമ്മൾ ഇതുവഴി നടക്കുന്നതെന്നും ഉള്ള ഒരു ബോധ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. Praise the Lord. Thank you, Sonia. Thank you. God bless you. അടുത്ത പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒന്നുകൂടി. യെസ് ലിസ. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നത് മരിച്ച ഈശോയല്ല, മറിച്ച് ഉദ്ധാനം ചെയ്ത ഈശോയാണ്. തന്റെ മരണത്താൽ മരണത്തെ പരാജയപ്പെടുത്തിയവനാണ്. മരിച്ച് ഉയർത്ത ഈശോ. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത്, ഉത്ഥാനം സംഭവിക്കണമെങ്കിൽ മരണം വേണം. ഗോതമ്പ് മണി ഉണ്ടായാലേ അതിൽ നിന്ന് പുതിയതുണ്ടാവുള്ളൂ. മനസ്സിലാവുള്ളൂ. അപ്പൊ അതും കൂടി മനസ്സിലായിരിക്കണം. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ് ബിന്ദു. നമ്മുടെ ബ്രദറെ, നമ്മുടെ ശരീരത്തിന് ഒരു ഡിവിനിറ്റി ഉണ്ടെന്നും ആ ഡിവിനിറ്റിയോട് ആത്മാവ് ചേർന്നുമ്പോഴാണ് ഉയർക്കൽ നടക്കുന്നതെന്നുമുള്ളത് ഒരു പുതിയ കാര്യമായിട്ട് ഇന്ന് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. എന്താ പേര്? എന്റെ പേര് റോബിൻ ജോൺ. എന്റെ മോന്റെ പേര് ജുവാൻ റോബിൻ. വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു റോബിൻ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ജുവാന് മനസ്സിലായോ അത്? ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ബ്രദറെ, ഇതിനെപ്പറ്റി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ബ്രദർ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഗോതമ്പ് മണി നിലത്ത് ആദ്യം ഓരോന്നുകൂടി പറഞ്ഞു. എന്താ സംശയം? ഗോതമ്പ് നിലത്ത് വീണ് അഴിയുന്നതിനെ ണ്ടായിരുന്നു. ഇപ്പൊ നമ്മളുടെ ശരീരം മരിച്ചാലും നമ്മളിപ്പോ പലപ്പോഴും കാണുന്നത് അതൊരു സ്കെൽട്ടൻ ആയിട്ടാണ്. പക്ഷെ ഇപ്പൊ ഇത് ബ്രദർ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് അതിനകത്ത് ജീവരക്തം തിരിച്ചു
മരിച്ചു നമ്മളത് എന്നിട്ട് അതിന്റെ 4 പ്രോപ്പർട്ടീസ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ലഭിക്കുന്നുള്ളത് അതൊരു ആയിരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരം അഴുകിയാല് അതൊരു പിന്നീട് ഉണ്ടാകുന്ന ഒരു സ്കെലട്ടൻ മാത്രമാണല്ലോ. അപ്പോഴും ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ആ മരിച്ചാലും നമ്മൾ ഈശോയിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആ പുനരുദ്ധാനത്തിന്റെ ആ ഒരു ഇത് ലഭിക്കുന്നത്. നമ്മുടെ ശരീരവും അതുപോലെ ഈശോയുടെ ശരീരം പോലെ ഉള്ള ഒരവസ്ഥ. മുഴുവനും കേൾക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ഓക്കെ ബിന്ദു, ഗോഡ് ബ്ലെസ് യു. നെക്സ്റ്റ് പ്ലീസ്. ഇനിയും ആരൊക്കെ പറയാനുണ്ടല്ലോ, ധൈര്യമായിട്ടൊന്ന് പറയൂ. അതുപോലെ എത്ര ചീഞ്ഞ എത്ര അവസ്ഥയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ ഉയർപ്പിക്കാൻ പറ്റും. ദൈവം സർവശക്തനാണ്. അങ്ങനെ ഒരു അതാണ് എന്തോ ഒരു വലിയ അതാണ് മരണമോ അഴുകലോ ഒന്നും ഒന്നിന്റെയും ഒരു അന്ത്യമല്ല. മരണം ഈസ് നോട്ട് എ പാപം മൂലമുള്ള പരാജയങ്ങളോ ഒന്നും ഒരു അവസാനമല്ല. ദാറ്റ് ഹാസ് നോ ലാസ്റ്റ് വേർഡ്. അതാണ്. താങ്ക് യു സുനിൽ. അടുത്ത ആൾ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ യേശുവിന്റെ മരണത്തിന് ശേഷം പാതാളത്തിലിറങ്ങി പാതാളത്തിൽ മരിച്ചവരുടെ സുവിശേഷം പ്രഘോഷിച്ചു എന്ന് പറഞ്ഞല്ലോ. അതുവരെ ജീവിച്ചിരുന്നവരുടെ കാര്യത്തിൽ കറക്റ്റ്. അതിനുശേഷം അതിനുശേഷം യേശുവിന്റെ കാലഘട്ടത്തിന് ശേഷം മരിച്ചവരുടെ അവസ്ഥ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ തനത് വിധിയാണോ അത് ഉദ്ദേശിക്കുന്നത്? തനത് വിധി ഒരാള് മരിക്കുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത കാര്യങ്ങളനുസരിച്ചിട്ടുള്ള ഒരു കാര്യം. തനത് വിധിയായിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അല്ല, അതുവരെ ജീവിച്ചിരുന്നവർക്കായിരുന്നു യേശുവിന്റെ പാതാളത്തിൽ ഇറങ്ങിയുള്ള സുവിശേഷ പ്രഘോഷം കിട്ടിയിരിക്കുക. അപ്പൊ നമ്മള് യേശുവിന് ശേഷം മരിച്ചവരുടെ അവസ്ഥ അതിൽ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴേ അത് എങ്ങനെയാ കറക്റ്റ്, അത് ജസ്റ്റിഫൈ ആവണമെന്ന് അറിയാനാ. അല്ല, അവരിലും ഈ യേശുവിന്റെ ചൈതന്യം, അതാണ് ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു ജനിച്ചപ്പോ യേശുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ യേശുവിലെ എല്ലാ മനുഷ്യരും യേശുവിന്റെ മരണത്തിലൂടെ ഈ ആൾക്കാരെല്ലാം യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. മനസ്സിലായിട്ടുണ്ടോ? തനത് വിധി എന്ന് പറയുന്നത് ഒരു വിധിയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. അയാള് സ്വർഗഭാഗ്യത്തിലേക്കാകാം, അല്ലെങ്കിൽ അയാൾ യേശുവിനെ തിരസ്കരിച്ചുകൊണ്ട് മരിക്കുകയാണ്. യേശുവിനെ തിരസ്കരിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന്, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മരിക്കുമ്പോഴുള്ള അവസ്ഥ ഒന്നെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ എല്ലാവർക്കും യേശു അവൈലബിൾ ആണ്. യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം എല്ലാവർക്കും യേശുവിന്റെ ഈ കൃപ അവൈലബിൾ ആണ്. അവർക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കാം. അപ്പൊ തിരസ്കരിക്കുന്ന അവസ്ഥയാണ് ഒരാള് നരകത്തിലേക്ക് പോകുന്നതും, എന്നാൽ ഒരാൾ സ്വീകരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്തിലേക്ക് പോകും. അതാണ് തനത് വിധി എന്ന് പറയുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ. ആരുടെ ഒരു മൈക്ക് മ്യൂട്ടാക്കാനുണ്ട്. എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ആക്കിയിട്ട് ഒരാൾ സംശയമുള്ളവർ മാത്രം തുറക്കുക. ചോദിച്ചോളൂ. അതായത് നമ്മുടെ ഉയർപ്പിന്റെ, അതായത് ലോകാവസാന നാളിലാണല്ലോ ബ്രദർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ആ ഡിവിനിറ്റിയും ആത്മാവും കൂടിച്ചേരുന്നത് അല്ലേ? അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇതുള്ള ആത്മാവിന്റെ അതിനിടയ്ക്കുള്ള ആ കാലഘട്ടം എങ്ങനെയാണ് അതിന്റെ?
അതാണ് മനസ്സിലാക്കേണ്ടത്. സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലം ആയിട്ട് മനസ്സിലാക്കരുത്. സ്വർഗം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അതാണ് CCC 1123 അത് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് പിതാവിനോടും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ അവരോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥ. കാരണം ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടില്ലല്ലോ. ഹി ഈസ് ബിയോണ്ട് ദ സ്പേസ്. ഒരു സ്പേസ് ആയിട്ട് കണക്കാക്കരുത് സ്വർഗത്തെ. അപ്പൊ എല്ലാം നമുക്ക് മനസ്സിലാവും. നമ്മുടെ സാധാരണ ഇതില് സ്വർഗം എവിടെയാ? ഏതോ ആകാശത്തിന് മുകളിൽ ഇരിക്കുന്ന ഒരു സ്ഥലം പോലെയാണ്. അങ്ങനെയല്ല സഭയുടെ യഥാർത്ഥ പ്രബോധനം. അത് നമ്മൾ ഒരു ശൈലിയിൽ അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷേ സ്വർഗം എന്നത് അങ്ങനെ ആകാശത്തിന് മുകളിലുള്ള ഒരു സ്ഥലമല്ല. പിതാവ് സർവ്വവ്യാപിയാണ്. ആ പിതാവിനോടൊപ്പമായിരിക്കുന്ന പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോ ആ ഒരു കാഴ്ചപ്പാടിലൂടെ കാണണം. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് ചേർന്നു. ഈ ത്രിത്വൈക ദൈവത്തോട് ചേർന്നു. ആ ത്രിത്വൈക ദൈവത്തോട് ചേർന്നു. ഇനി ആ ശരീരവും കൂടി ചേരും. അപ്പൊ നമ്മളിപ്പോ ഈശോയുടെ ഇപ്പൊ നമ്മള് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം. ക്രിസ്റ്റോ സെൻട്രിക് ആയിട്ട് ക്രിസ്തുവിലൂടെ പഠിക്കൂ. ക്രിസ്തു ജനിച്ചപ്പോ എന്തായി? പിതാവിനോടൊപ്പം ഒന്നായിരുന്ന ക്രിസ്തു, വചനമായിരുന്ന ക്രിസ്തു മനുഷ്യരുടെ സകല ശരീരവും സ്വീകരിച്ചു, മനുഷ്യനായി ജനിച്ചു. ആ മനുഷ്യനായ ക്രിസ്തു മരിച്ചപ്പോ എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം ചെയ്തു. ഇനി വരാനിരിക്കുന്ന മനുഷ്യരുടെയും പാപത്തിന്. അതാണ് ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പുരാട്ടിൻകുട്ടി അയച്ചോമ്പുരാനെ. ഭൂലോക പാപം നീക്കുന്ന എന്ന് പറഞ്ഞ ആരുടെ പാപമൊക്കെയാ? ഈ അന്ത്യദിനത്തിൽ അതുവരെയുള്ള ആളുകളുടെ സകല പാപവും യേശു ഏറ്റെടുത്തു. ഇനി ആ മരിച്ച ആത്മാക്കളെല്ലാം യേശുവിൽ തന്നെയാണ്. കാരണം യേശുവിന്റെ ശരീരത്തിൽ ഇവരെല്ലാം ഉണ്ട്. ഈ ശരീരം ആ യേശു ഉയർപ്പിക്കപ്പെട്ടു. ആ ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം ചെയ്തു. അപ്പൊ സ്വർഗാരോഹണം ചെയ്തപ്പോ നമ്മളിപ്പോ എവിടെയാ? നമ്മളിപ്പോ ആ യേശുവിന്റെ ശരീരമാണെങ്കിൽ സ്വർഗാരോഹണം ചെയ്തപ്പോ നമ്മൾ എവിടെയാ? നമ്മളെ സ്വർഗത്തിലേക്ക് യേശു എടുക്കൂ. കാരണം യേശുവിന്റെ അതാണ്, ഞാൻ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ എല്ലാവരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറയുന്നത്. യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ നമ്മളെല്ലാം ഇപ്പോഴേ തന്നെ ആ സ്വർഗീയ ആനന്ദത്തിന്റെ ഭാഗവാക്കുകളാണ്. എന്നാൽ നോട്ട് കംപ്ലീറ്റ് ബട്ട് എ പെനൾട്ടിമേറ്റ്. എന്നാൽ നമ്മുടെ മരണശേഷം അതിന്റെ പൂർണ്ണമായ ആനന്ദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എന്നിട്ട് നമ്മളുടെ ശരീരം അപ്പൊ ഇവിടെ ഭൂമിയിലാണ്. ഈ രീതിയിൽ അന്ത്യദിനത്തിൽ ഈ ശരീരവും കൂടി യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറും. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ആത്മാവും ശരീരത്തോടും കൂടി യേശുവിനോടൊപ്പം വസിക്കും ആ സമയം വരുമ്പോൾ. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പൊ മാതാവ് ശരീരത്തോടെ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലമായിട്ട് കാണരുത്. ശരീരത്തോടെ ഈശോയോടൊപ്പം പരിശുദ്ധ പിതാവിനോടൊപ്പം ഉണ്ട്. അപ്പൊ മാതാവ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ്. മാതാവ് ശരീരത്തോടെ, മാതാവിന്റെ ശരീരവും മഹത്വീകരിക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ മാതാവ് നമ്മുടെ ഒരു ഐക്കണാണ്. ഒരു ക്രിസ്ത്യാനിക്ക് എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് മാതാവില് ഈ സംഭവിച്ചതെല്ലാം നമ്മൾ എല്ലാവരിലും സംഭവിക്കും. ആ പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പൊ ഈ പ്രതീക്ഷയുടെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഉത്ഥാനം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്. അതാണ് ഉയർപ്പിന്റെ വേറെ രഹസ്യം. ഉയർപ്പിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചല്ല നമ്മളിവിടെ ജീവിക്കണേ. നമ്മളിവിടെ ഇപ്പൊ ഒരു പെൽഗ്രിമാണ്. നമ്മളുടെ നാടിതല്ല, നമ്മളുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. നമ്മൾ ഇവിടുന്ന് എല്ലാവരും ആ സ്വർഗീയ ആനന്ദം ആസ്വദിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മുൻ ആസ്വാദനം കിട്ടുകയാണെന്നുള്ളതാണ്. അത് നമ്മൾ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതീക്ഷിച്ച് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു
ഒരു ടേസ്റ്റ് കിട്ടുകയാണ് ഇവിടെ. ടേസ്റ്റ് ആ സ്വർഗത്തിന്റെ ആ ഉത്ഥാനത്തിന്റെ ടേസ്റ്റ് കിട്ടുകയാണ്. യെസ്, താങ്ക് യു. ഇനി ആരെങ്കിലും? ഒരാൾ കൂടി പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സുനിൽ, one more person is to say something. ഞാൻ നിർത്താന്ന് വിചാരിക്കുമ്പോൾ ഈശോ പറയാണ് ഒരാളും കൂടി പറയാനുണ്ട്. അതാരാണ് ആള്? വേഗം പറഞ്ഞോളൂ. എനിക്കൊരു കാര്യം തോന്നിയായിരുന്നു. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് മാതാവ് ശരിക്കും ഒരു എക്സാമ്പിൾ പോലെ, മാതാവ് നമുക്ക് നോക്കിക്കാണാനായിട്ടൊരു എക്സാമ്പിൾ പോലെ, മാതാവ് ഇപ്പൊ ആയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോ നല്ല ഒരു കൺക്ലൂഷൻ ആയിട്ട് തോന്നിയത്. അതാണ് ഉത്ഥാനത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവസ്ഥകളെല്ലാം നമുക്ക് മാതാവിൽ ഉണ്ട്. അതിനുശേഷം മാതാവ് ശരീരത്തോടെ ഉത്ഥാനം ചെയ്യുന്ന അവസ്ഥ. അപ്പൊ അതാണ് നല്ലൊരു മോഡൽ. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെല്ലാം പറയുന്നത് കാറ്റഗിസ്റ്റിലുള്ളതാണ്. റിഡംതോറിസ് മാത്തർ, രക്ഷകന്റെ അമ്മ എന്ന ഒരു ചാക്രിക ലേഖനമുണ്ട്. അതിനാദ്യം തന്നെ പറയുന്നത് ഇതാണ്, ഷീ ഈസ് ദ പെർഫെക്റ്റ് മോഡൽ ഓഫ് എ ക്രിസ്ത്യൻ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാതാവിനെ നമ്മൾ അമ്മയായിട്ട്, ഈശോയുടെ അമ്മയായിട്ട് കാണുന്നതോടൊപ്പം ഒരു ശിഷ്യയായിട്ട്, ഈശോയുടെ ശിഷ്യയായിട്ട് കൂടി നമ്മൾ കാണണമെന്നാണ് സഭ നമ്മൾ പഠിപ്പിക്കുന്നത്. മാതാവിൽ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, അവിടെ ശിഷ്യന്മാർ വെറുതെ അങ്ങയുടെ അമ്മയും സഹോദരന്മാരും വന്നെന്ന് പറഞ്ഞപ്പോ, ആരാണ് എൻ്റെ അമ്മ? എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അമ്മയും എൻ്റെ സഹോദരവുമാണ്. അത് കുറച്ചും കൂടി ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇനി എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന് ഇതേമാതിരി നിങ്ങളോട് ഇതൊക്കെ പങ്കിടാൻ. ഇതിന് വിശദമായിട്ടുള്ളതൊക്കെ ഇനി നമ്മളുടെ ക്ലാസ്സുകൾ, കാറ്റക്കിസം ക്ലാസ്സുകളും ബൈബിൾ സ്റ്റഡി എല്ലാം കേട്ടാൽ ഇനി ബാക്കിയുള്ള സംശയങ്ങളും അല്ലെങ്കിൽ വിശദമായിട്ട് കൂടുതലൊക്കെ ഒരുപാട് കാറ്റക്കിസത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പൊ നമ്മുടെ കാറ്റക്കിസവും ക്ലാസ്സുകളും ബൈബിൾ പഠിക്കുന്നവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും വളരെ സന്തോഷം നിങ്ങളെ കണ്ടതിൽ. നമുക്ക് ഇനി നിങ്ങളോട് മാതാപിതാക്കളോട് ഒന്ന് പറയാനുള്ളത്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണോ അതിലേറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തന്നെ ആത്മീയമായിട്ട് വളർന്നാൽ മാത്രമേ അവരിലേക്ക് ഇത് പ്രസരിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ അവരെ സ്ക്രിപ്ചർ സ്കൂളിൽ പഠിപ്പിക്കാൻ വലിയൊരു ഭാഗ്യമാണ് നമുക്കിത് ഉണ്ടായിരിക്കുന്നത്. ഏഞ്ചൽസ് ആർമിയെ വളരെ അഭിനന്ദിക്കുന്നു. 1200ഓളം കുടുംബങ്ങൾ, കുട്ടികളെ നമ്മളിങ്ങനെ ക്ലാസ് നടത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്നാൽ അതിൽ ഏഞ്ചൽസ് ആർമിയോ തോമസ് പോൾ ബ്രദറോ ആരെന്തൊക്കെ ചെയ്താലും മാതാപിതാക്കളുടെ ആ റോളിൽ ആണ് അതിൻ്റെ കീ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ അതുകൊണ്ട് അതിനകത്ത് താല്പര്യം കാണിക്കുകയും നമ്മൾ അതിന് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ അതിന് നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് കിട്ടിയ വിശ്വാസത്തെ നമ്മൾ കൂടുതൽ പഠിക്കാനും അത് പഠിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ തലമുറകളിലേക്ക് പ്രസരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു സെറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരല്പം താല്പര്യം കാണിച്ചാൽ മാത്രം മതി, ബാക്കി താനെ നടന്നോളും. അങ്ങനെ നമ്മുടെ മക്കളെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം അവര് വളരെ വളരെ ഇപ്പൊ തന്നെ നമുക്ക് കാണാം ഈ ക്ലാസ്സുകളിലൂടെ അവരിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും. അങ്ങനെ നമ്മൾ അവരിൽ ഒരു പുതിയ തലമുറ വാർത്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. അത് വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് വെച്ചാൽ ഒരു 20 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ മൂല്യം നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ് കേട്ടുകൊണ്ട് ആ ഉടനെ ഒന്നും ഉണ്ടായി ഇന്ന് വിചാരിക്കരുത്. ഇൻവെസ്റ്റ്മെന്റ് ആണത്. ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നതിന്റെ എല്ലാം ഗുണം 10-20 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ഒരു പക്ഷെ കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നന്ദി ഈശോയെ. പ്രത്യേകിച്ച് ഏഞ്ചൽസ് ആർമിയെ
ഗ്രൂപ്പിനെ പ്രതി നന്ദി പറയുന്നു. അവരാരംഭിച്ചിരിക്കുന്ന ഈ വലിയ സംരംഭം ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞുമക്കളെ സുവിശേഷം പഠിപ്പിക്കാൻ ഒരു സ്ക്രിപ്ചർ സ്കൂൾ. അതിനുവേണ്ടി മാതാപിതാക്കളായ നിങ്ങളെല്ലാവരും സഹകരിക്കുന്നതിനെ കുറിച്ചെല്ലാം നന്ദി പറയുന്നു. ഇന്ന് ഈ ഉയർപ്പിന്റെ വലിയ രഹസ്യം എന്തെല്ലാം നമ്മൾ ഇവിടെ പഠിച്ചാലും ആ ഉയർപ്പ് തിരുനാളിന്റെ വിശുദ്ധ കുർബാനയിൽ ഈശോ അപ്പം മുറിച്ചപ്പോൾ കണ്ണു തുറന്ന പോലെ ഇന്ന് വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ആ അപ്പം മുറിക്കപ്പെടുമ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ നിങ്ങളുടെ ആത്മാവിലേക്ക് വന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് വലിയ പ്രകാശം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you. താങ്ക് യു.